ഗൈസ്, അപ്പം ഞങ്ങൾക്ക് പനി പിടിച്ചിട്ട് ഒന്നരപ്പാടായി അങ്ങനെ ആശുപത്രിക്ക് പോകുന്ന പോക്കൊക്കെ. നല്ല പനിയുണ്ട്, പിന്നെ ആൾക്കാരെ നൊട്ടനാവും, പിന്നെ ഞങ്ങൾക്ക് കോട്ടുവാത മാത്രം പിടിക്കാൻ ബാക്കിയുള്ള അതെന്തെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എന്ത് നിങ്ങൾക്ക് അറിയില്ല, അമ്മ പണ്ടേ പറയും. അങ്ങനെ പോകുമ്പോൾ നമ്മളെ പയ്യുമ്പ, അതായത് നമ്മളെ പയ്യൂനെയും കണ്ട് പയ്യ് പുല്ല് തീറ്റയോട് തീറ്റ, പിന്നെ പുല്ലല്ലാതെ പിന്നെ എന്ത് തിന്നെന്ന് വിചാരിക്കുന്നുണ്ടാവും. പിന്നെ എന്ത് തിന്നലില്ല. ഇത് നമ്മളെ സ്വന്തം നാട് ഗൈസിൻ്റെ എന്താ പറയുക, ബർക്കത്തിൻ്റെ നാട് എന്ന് ചെല്ലുന്നില്ലേ. ഇത് നമ്മളെ നബിദിനത്തിന് ചമിച്ചതാകെ. പിന്നെ ഇവിടെ OP-യിൽ 10 രൂപ കൊടുക്കണം. ഗവൺമെൻറ് ആശുപത്രിക്ക് പോകുന്നുള്ള വേറെ അടുത്ത് മരുന്ന് പിടിക്കുന്നില്ല. അങ്ങനെ OP-യിൽ 10 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പീടിയെ കയറിയിട്ട് 10 രൂപയും മേടിച്ച് നേരെ ബ്ലോക്കിലേ കൂടിയിട്ട് എങ്ങനെയല്ലോ നമ്മളെ ഗവൺമെൻറ് ആശുപത്രിക്ക് എത്തി. പോകുമ്പോൾ തന്നെ ചോറ് വിതരണം നടന്നുകൊണ്ടുണ്ടായി വൈകിട്ടത്തെ. പിന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ അവിടെ ബിരിയാണി കൊടുക്കുന്നതിനായിട്ട് വലിയ നീളത്തിലുള്ള ക്യൂ ഉണ്ടായിന്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കുറച്ച് ക്ഷീണത്തിനുള്ള വീഡിയോ എല്ലാം എടുത്തിരിയായി. OP-യിൽ കുറച്ച് മരുന്ന് മേടിച്ച്, OP-യിൽ കാണിച്ചിട്ട് മരുന്ന് മേടിച്ച് ഫാർമസിയിൽ നിന്ന് അപ്പോഴേക്ക് വീട്ടിൽ നിന്ന് കോൾ വന്ന് ഏടെ ഉണ്ട് എന്താക്കുന്നത് മരുന്നെല്ലാം മേടിച്ചിട്ടായ. മരുന്ന് മേടിച്ചിട്ട് നേരെ ഒരു ഗ്ലാസ് ചായ വേണമെന്ന് പറഞ്ഞാൽ തൊണ്ടാമ്പലത്തിൽ ചാനായിട്ടുണ്ടേ. കണ്ട തൊണ്ടമ്പലത്തിൽ ചാനായിട്ടുണ്ടേ. പിന്നെ ഇത് രാത്രി കാണാനാകുമ്പോൾ മജ്ജ നേരത്തെ ചാമിച്ചിട്ടുണ്ടായിട്ട് വരുമ്പോൾ ആ സംഭവം ലൈറ്റെല്ലാം ഇട്ടിട്ട്. പിന്നെ നമ്മളെ പള്ളിയിൽ മദ്രസിൽ പരിപാടി ഉണ്ടായിരുന്നു. പിള്ളേരെ പാട്ട്, എന്ത് കഥാപ്രസംഗം, അങ്ങനെ എന്താ അറിയില്ല, കുറേ പരിപാടി കാര്യങ്ങളെല്ലാം ഉണ്ടായി. അപ്പോൾ എൻ്റെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണോ. അപ്പോൾ ആ പരിപാടിയും കുറച്ച് നേരം റോഡ് സൈഡിൽ നിന്നിട്ട് നോക്കി. പിന്നെ സർവത്തെല്ലാം കുടിച്ചിനൊക്കെ ഞാൻ, നല്ല എന്താ പറയുന്നത് പുണർപ്പുളീൻ്റെ സർവത്തെല്ലാം ഉണ്ടായി. അപ്പോൾ ടാറ്റ.